ഇവളെ ഇവളെ ജയിക്കും. ജയിക്കാതിരിക്കാൻ പറ്റില്ല. പള്ളിവാർക്ക് കറിയാച്ചന്റെ മോളാ. മതി മതി, പെങ്കൊച്ചാ, അധികം നേളിക്കണ്ട. നല്ല 1ാം ക്ലാസ് ആയിട്ട് തെളിക്കും. കർത്താവ് തമ്പുരാൻ എനിക്ക് അറിഞ്ഞു തന്ന തരിയ. ഞാൻ കളിക്കും, ഞാൻ കളിക്കും. ഇവിടെ കിടക്കട്ടെ. എന്നതാ ഇത്? ജോൺസൺ പറയുന്നത് നമ്മുടെ ടീം ഇന്റർ കോളേജ് ചൂട് നിൽക്കുകയല്ലെന്ന. ആഹാ. ഇന്റർ യൂണിവേഴ്സിറ്റിയും കഴിഞ്ഞ് എൽസമ്മയെ നാഷണൽ കോച്ചിങ് ക്യാമ്പിലേക്ക് അയക്കുന്ന. അച്ഛനൊന്നുകൂടാ. ഈശോയെ, 2 കഴിഞ്ഞു. എന്നാ പിന്നെ വേണ്ട. അല്ല, എൽസമ്മയ്ക്ക് ട്രോഫി കിട്ടിയ വകയില് കറിയാച്ചേട്ടൻ ഇങ്ങനെ ഒഴിച്ചു തരുമ്പോ നാളെ വെളുപ്പിന് കുർബാനയുമില്ല. എന്റെ മോള് ഭാഗ്യമുള്ള അച്ചു. ഈ കൊച്ചുണ്ടല്ലോ, ആ കൊച്ചൻ വന്ന ഇടയ്ക്ക് ഇവളെ കണ്ടിട്ട് ഓടിച്ചെന്നും പറഞ്ഞ് എന്നാ ബേളമായിരുന്നറിയാവോ. ഒടുവിലിപ്പതേ ട്രോഫി ആയിട്ട് വന്നപ്പോ ആള് മാറി. ഇപ്പൊ ആ കോച്ചു കൊച്ചിന്റെ പേര് കേട്ട തേരും പാലും ഒഴുകാച്ചു. അതെ കറിയാച്ചോ, ഈ പെണ്ണുങ്ങളുടെ മനസ്സാ ശരിക്കുള്ള മനസ്സ്. അത് അച്ഛനെങ്ങനെ അറിയാം? അപ്പോ അവത്തുങ്ങള് അപ്പപ്പ തോന്നുന്നു അപ്പപ്പ പറയും. ഇടയ്ക്കും തലയ്ക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പെണ്ണുങ്ങളെ പറ്റിയല്ലോ. ഈനാശു സാർ ചോദിക്കുക, ബാസ്കറ്റ് ബോളിൽ ഒരു ഗ്രൗണ്ടിങ് ആയ സ്ഥിതിക്ക് വോളിബോളിൽ കൂടി ഒരു കൈ നോക്കിക്കൂടെ എന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ജോൺസൺ സാറിനോട് ചോദിക്കട്ടെ എന്ന്. ഈ വക കാര്യങ്ങളൊക്കെ സ്വയം തീരുമാനിക്കുന്നല്ലേ നല്ലത്. അതെ, എന്നാലും എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയെന്നാ. അതാണ് എന്റെ ശരി. BA കഴിഞ്ഞ MAക്ക് ചേരണമെന്ന് അപ്പച്ചൻ പറയുന്നേ. ചേർന്നോളൂ. അതിന് ഈ കോളേജ് MA ലിറ്ററേച്ചർ വേണ്ടേ? ഉള്ളിടത്ത് പോയി ചേരണം. അയ്യോ, ഇപ്പൊ പ്രാക്ടീസോ? അവിടെയും ബാസ്കറ്റ് ബോൾ ടീം കാണും, കോച്ചും കാണും. അതുണ്ടാവും, എന്നാലും സാറുണ്ടാവില്ലല്ലോ. എന്നേക്കാൾ മിടുക്കുള്ള എത്രയോ പേരുണ്ടാവും വേറെ. ഉണ്ടായിക്കോട്ടെ, എന്നാലും എനിക്ക് ഇവിടം വിട്ടു പോകാൻ പറ്റൂല. സാറിനെ വിട്ടു പോകാൻ പറ്റൂല. വാട്ട് യു മീൻ? I love you. Hi. Hi. എന്താടോ?
ആകെ കൂടി വല്ലാത്തൊരു ചിന്താക്കുഴപ്പം. എന്താ പൈസയുടെ പ്രശ്നം വല്ലതും ഉണ്ടോ? ഹേയ്, അതൊന്നുമല്ല ചേ. ഏ? എന്നും ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള തോന്നലായിരുന്നു. അതുകൊണ്ട് ഭാവിയെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ടൊന്നും ആലോചിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കണം, കാര്യങ്ങൾ എങ്ങനെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യണം, ഒരു പിടുത്തം കിട്ടുന്നില്ല. അതൊക്കെ തന്നേക്കാ മുമ്പേ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റാഫ് കൗൺസിലിൽ ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്യാൻ പ്രിൻസിപ്പൽ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അയ്യോ അച്ഛൻ, ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഈനാശു അടുത്ത പോലെ റിട്ടയർ ചെയ്യും. മൊട്ട അതിനു മുമ്പ് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് ഈ കോളേജിൽ സ്പോൺസർ അയക്കും. അല്ലാതെ മടങ്ങി വന്നാ പിന്നെ താൻ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. അച്ചോ, എന്താണോ? ഫൈനലുകാർക്ക് ഇരിക്കാൻ സീറ്റ് ഇല്ലെന്ന് പറഞ്ഞ് അവന്മാര് മെസ്സിലെ പ്ലേറ്റും ഗ്ലാസും ഒക്കെ വലിച്ചെറിയുന്നു. ഇവനെയൊക്കെ ഇന്ന് ഞാൻ താനങ്ങോട്ട് ഞാൻ വരുന്നത് പോരാ. കോളേജിൽ ജോലിക്ക് കയറുന്നു, എന്നാലും ഹോസ്റ്റൽ വാർഡന്റെ ചുമതല ഏറ്റെടുക്കരുത്. അതിലും വേറെ സെൻട്രൽ ജയിലിലെ ക്രിമിനൽ പുള്ളികളുടെ ചുമതല ഏറ്റെടുക്കുന്നതാ. ആർക്കോ എവിടെയോ പിറന്ന് അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയൊരു ജന്മം. സ്വന്തം എന്ന് കരുതി സ്നേഹിക്കാൻ ഒരാള് ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഈ സ്നേഹത്തിന്റെ മുന്നിൽ സത്യത്തിൽ ഞാൻ തുള്ളിച്ചാട്ടാ വേണ്ടത്. പക്ഷേ എൽസമ്മയെ പോലൊരു പെൺകുട്ടി ആശിക്കാനുള്ള അവകാശം എനിക്കില്ല. ഈ കുടുംബം പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോ എനിക്ക് മിഴിച്ചു നിൽക്കാനേ പറ്റുള്ളൂ. പേരുകളൊന്നും ഞാൻ അന്വേഷിച്ചില്ല. എനിക്കിഷ്ടമാണ്. വേറൊന്നും എനിക്ക് അറിയും വേണ്ട. ഒരു പ്രത്യേക പ്രായത്തിൽ ഏതൊരു പെൺകുട്ടിക്കും ഏതൊരാളോടും തോന്നാവുന്ന ഒരു ചാബല്യം എന്നൊക്കെ പറഞ്ഞ് ഞാനിതിനെ വില കുറച്ച് കാണുകയല്ല. ബട്ട് കം ബാക്ക് ടു ദ റിയാലിറ്റി. അപ്പച്ച സമ്മതിക്കോ? എനിക്ക് തോന്നില്ല. ദെൻ ഒരേ ഒരു മകള്, എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അവർക്കൊക്കെ. എല്ലാവരെയും വെറുപ്പിച്ചിട്ട് വേണോ? ഏയ്, എന്റെ മുമ്പിൽ ഇപ്പൊ എന്റെ മനസ്സ് മാത്രമേ ഉള്ളൂ. പിന്നീട് എന്തായാലും എന്നോട് ഒരു വാക്ക് പറയണം, ഇഷ്ടമാണെന്ന്. ഐ ജസ്റ്റ് വാണ്ട് ടു ഹിയർ ഇറ്റ് വൺസ്, പ്ലീസ്.
അമേരിക്കയിൽ നിന്ന് ഒരാലോചന വന്നിട്ടുണ്ട് മോക്ക്. പക്ഷേ നീ എപ്പോഴും കൺവട്ടത്തുണ്ടാവണമെന്ന് അപ്പച്ചന്. അപ്പച്ചൻ കെട്ടിക്കൊണ്ട് പോന്നപ്പോ അമ്മാമ്മയും അപ്പാപ്പനെയും വിട്ടു പോരാൻ അമ്മച്ചിക്ക് വിഷമം ഉണ്ടായോ? ഉണ്ടാവാണ്ട് പിന്നെ എന്ന് കരുതി പോവാതിരിക്കാൻ പറ്റുമോ? പെൺകുട്ടികളാവുമ്പോ അങ്ങനല്ലേ മോളെ. ഞാൻ പിന്നെ 4 പേരിൽ ഒരുത്തിയായിരുന്നു. അതുപോലാണോ നീ? ഞങ്ങൾക്കെല്ലാം കൂടി നീ ഒന്നല്ലേ ഉള്ളൂ. ഇനി പറയാം. ഇന്ത്യൻ എയർലൈൻസിന്റെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്നെ സെലക്ട് ചെയ്തിരിക്കുക. റിയലി? സ്പോർട്സ് കോട്ട കിട്ടിയതാ. അധികം താമസിയാതെ തന്നെ ഓർഡർ വരും. മിക്കവാറും മെഡ്രാസിലായിരിക്കും പോസ്റ്റിംഗ്. കണ്ടോ ഐശ്വര്യമുള്ള കൂടെ കൂടിയപ്പോ സമയം തെളിഞ്ഞത്? ഏട്ടാ കണ്ടാലും മതി. എന്താ പിടിച്ചില്ലേ? പിന്നെ ദാ, ഇത് മാറ്റി ആ. ഇത് അയ്യേ ഛെ. ഏയ് ഛെ. പിന്നല്ലാതെ. ഏയ് കഴിക്ക്. ദാ. എൽസമ്മേ, ഉം? ആ ബാസ്കറ്റ്ബോൾ കോച്ചുമായിട്ട് കോഫി ഹൗസിൽ കണ്ടല്ലോ. എന്താ കാര്യം? കോഫി ഹൗസിൽ പോകുന്നത് എന്തിനാ? അത് കാപ്പ് കുടിക്കാനാ. പക്ഷെ ഇതല്ല. മുൻപും പലയിടത്ത് വെച്ച് നിങ്ങൾ രണ്ടാളെയും പലരും ഒരുമിച്ച് കണ്ട റിപ്പോർട്ട് എന്തെങ്കിലുണ്ട്? എന്നെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ശേഖരിക്കാൻ ജോയിച്ചിനെ ആരാ ചുമതലപ്പെടുത്തിയത്? ആ അതന്നെ എൽസമ്മേ നീ അങ്ങനെ ചോദിക്കുന്നേ. എനിക്ക് നിന്റെ ആംഗ്ലയുടെ സാധനമില്ലയോ? നാളെ കൊച്ചപ്പം വിളിച്ച് ചോദിക്കും, നീ ഈ നാട്ടിലുണ്ടായിട്ട് ആനോടാ ജോയിക്കുട്ടി ഇങ്ങനെയൊക്കെയെന്ന്. എനിക്കുത്തരം മുട്ടാൻ പറ്റുകയല്ല. ആങ്ങളുടെ സ്ഥാനമൊക്കെ സമ്മതിച്ചു, പക്ഷെ കൂടുതൽ ഭരിക്കാൻ വരരുത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പ്ലീസ്. നീ അറിഞ്ഞിട്ട് എത്ര ദിവസമായി? 5-6 ദിവസമായി. എന്നിട്ടൊന്നും ഇതുവരെ പറയായിരുന്നു? അത് പെട്ടെന്ന് കൊച്ചപ്പൻ അറിഞ്ഞാൽ ചിലപ്പോ. കൊച്ചപ്പ ഞാൻ കൂടെ വരാം. എന്റെ മോളെ നീ ഇതെന്നാ ഭാവിച്ചോണ്ടാ? അപ്പച്ചനെങ്ങാനും അറിഞ്ഞ ദേഷ്യം വന്നാ പിന്നെ മേലും കീഴും നോക്കാത്ത പ്രകൃത കറിയാച്ചന്റെ. എന്റെ മാതാവേ, അന്നക്കുട്ടി, അവളെന്തേ? അങ്ങോട്ട് വരാൻ പറ. അപ്പച്ചൻ ജീവിക്കുന്നത് അപ്പച്ചന്റെ മോക്ക് വേണ്ടി മാത്രം. 4 പേരുടെ മുമ്പിൽ അപ്പച്ചന്റെ തല കുനിയാൻ മോളുടെ വരുത്തോ? അപ്പച്ചന്റെ മോളല്ലേ? അങ്ങനെ ചെയ്യൂല, എനിക്കറിയാം. മോക്ക് അബദ്ധം പറ്റിയല്ലേ? സാരമില്ല, പോട്ടെ. അപ്പച്ചൻ ക്ഷമിച്ചു. പോട്ടെ പോട്ടെ പോട്ടെ. മറന്നേര്. ഇതിനൊരു ആശ തോന്നിയത് അപ്പച്ചന്റെ മോളെ മറന്നേര്. സാരമില്ല, പോട്ടെ. കരയണ്ട. ഇനി ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച് അവളെ വിഷമിപ്പിക്കരുത്. ആരും. അവളെല്ലാം മറന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കുട്ടി വന്നേ.
ഉടനെ മത്തായി കുഞ്ഞിനെ ഒന്ന് കാണണം. മുമ്പ് പറഞ്ഞ ആലോചനയോ നീ അതിനേക്കാൾ മെച്ചമുള്ളതുണ്ടെങ്കിൽ അതോ അല്ല കൊച്ചപ്പ അവള് ഒക്കെ സമ്മതിച്ച മട്ട് നിന്നെങ്കിലും പെണ്ണിന്റെ മനസ്സിലാവേ. ഏതായാലും നോയമ്പ് വീടി കഴിഞ്ഞാൽ പിന്നെ താമസിക്കരുതെന്ന് മത്തായി കുഞ്ഞോട് പറയണം. ചെല്ല്. ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം. അപ്പച്ചനോട് ചോദിച്ചിട്ട് പോ. അപ്പച്ചൻ പുറത്തു പോയിരിക്കുക. പോയിട്ട് വേഗം വരണേ മോളെ. ഞാൻ മറുത്തൊന്നും പറയാതിരുന്നതുകൊണ്ട് എന്റെ മനസ്സ് മാറിക്കോളും സമാധാനിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കറിയാം അപ്പച്ചന് ഇനി എന്നെ കോളേജിലേക്ക് വിടില്ല. എത്രയും പെട്ടെന്ന് ആരുടെങ്കിലും കൂടെ എന്നെ. ഞാൻ വന്ന് അപ്പച്ചനോട് സംസാരിക്കണോ? വേണ്ട, അത് കൂടുതൽ വഷളാക്കേ ഉള്ളൂ. എൽസമ്മയ്ക്ക് ധൈര്യക്കുറവ് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ, ധൈര്യമായിട്ട് പോയിക്കോളൂ. ഞാനില്ലേ. അവിടെ നിന്ന് പള്ളിയിൽ പോയല്ലേ? ഞാൻ അറിയാതെ ഇവിടെ എങ്ങും പോകാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ? നീ ഇവിടെ പാടിക്ക് പുറത്ത് കിടന്നാൽ